ഉത്തര മലബാറിലെ തെയ്യക്കാലത്തിന് സമാപനമായി വളപട്ടണം കളരിവാതുക്കൽ ക്ഷേത്രത്തിലെ തിരുമുടി ഉയർന്നതോടെയാണ് മറ്റൊരു തെയ്യക്കാലം കൂടി വിടവാങ്ങുന്നത്. കാൽച്ചിലങ്കകൾ കിലുങ്ങിയ പാതിരാവും പുലർച്ചയും, കത്തിയുയർന്ന മേലേരിയും ചൂട്ടുകെട്ടുകളും, എരിഞ്ഞു കത്തിയ അന്തിത്തിരിയും കുരുത്തോല ചമയങ്ങളും കഴിഞ്ഞു പോകുന്ന തെയ്യക്കാലത്തിന്റെ ഓർമ്മകളാവുകയാണ് എല്ലാം. കണ്ണൂരിന്റെ ഹൃദയവികാരമായ മറ്റൊരു തെയ്യക്കാലം കൂടി വിടവാങ്ങുകയാണ്. മണ്ണിൽ ഉറഞ്ഞാടിയ ദീപങ്ങൾക്ക് ഇനി വിശ്രമകാലം. വളപട്ടണം കളരിവാതുക്കൽ ക്ഷേത്രത്തിലെ തിരുമുടി ഉയർന്നതോടെയാണ് ഉത്തര മലബാറിലെ തെയ്യങ്ങൾക്ക് സമാപനമായത്. ഏറ്റവും വലിയ തിരുമുടിയാണ് കളരിവാതുക്കലിലേത്. കവുങ്ങും മുളയും ഉപയോഗിച്ച് നിർമ്മിച്ച മുടിമുളകൾ കൂട്ടിക്കെട്ടി നിർമ്മിച്ച കത്രികപ്പൂട്ട് ഉപയോഗിച്ചാണ് പ്രദക്ഷിണ സമയത്ത് നിയന്ത്രിക്കുക. ചെറിയ 6 തെയ്യങ്ങളും കൂടെയുണ്ടാകും. കണ്ണൂരിന്റെ മുക്കിനും മൂലയിലും ജാതിമത ഭേദമന്യേ മനുഷ്യരുടെ ഒത്തുചേരലിന്റെ വേദികളാണ് തെയ്യക്കാവുകൾ. എണ്ണിയാനൊടുങ്ങാത്ത തെയ്യക്കോലകൾ ഈ നാടിന്റെ സംസ്കാരത്തിന്റെ മുഖങ്ങൾ കൂടിയാണ്. പോരാടിയും നന്മ ചെയ്തും ജീവിച്ചു മരിച്ചവരും ചതിത്തിയിൽ ജീവൻ വെടിഞ്ഞവരുമൊക്കെ ദൈവക്കരുക്കളായി പുനർജനിച്ചെന്നാണ് തെയ്യത്തിന്റെ അടിസ്ഥാനം. വിവിധ ഐതിഹ്യങ്ങളുടെ പുനരാവിഷ്കാരങ്ങളാണ് ഓരോ തെയ്യവും. മഞ്ഞക്കുറിയും ചെത്തിപ്പൂവും പ്രസാദമായി നൽകി അനുഗ്രഹം ചൊരിയുന്ന തെയ്യങ്ങൾ കണ്ണൂരിന് വിശ്വാസത്തിന്റെ മാത്രമല്ല സംസ്കാരത്തിന്റെയും ഭാഗമാണ്. ഇനി തുലാം 10-ന് അടുത്ത തെയ്യക്കാലം ആരംഭിക്കുന്നതുവരെ കണ്ണൂർ കാത്തിരിക്കും. ചെണ്ടപ്പുറത്ത് കോലു വീഴുന്ന സുന്ദര രാത്രികൾക്കായി. നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.